ഒക്കെ പടച്ചതമ്പുരാന്റെ ഓരോ തമാശകളാ സാറേ. അല്ലാതെ ഞാനിപ്പോ എന്തു പറയാനാ? ഒരു കൈ കൊണ്ട് തല്ലുമ്പോ മറു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് തലോടുകയും ചെയ്യും. ഇതിന്റെയൊക്കെ ഇടയിൽ കിടന്ന് കരയണോ ചിരിക്കണോ എന്ന തത്രപ്പാടിലാണ് നമ്മുടെ മനുഷ്യന്മാരുടെയൊക്കെ കാര്യം. അല്ലാതെ ഇപ്പം ഞാൻ എന്തു പറയാനാ സാറേ? അല്ല, എന്താ കാര്യമൊന്നും പറയാത്തൂ? എന്തെങ്കിലും വിശേഷിച്ച്? ഉണ്ട് സാറേ, വിശേഷം തന്നെയാ. എന്റെ മേനോ സാറിന്റെ മക്കളെ പടച്ചോ നെറുകൈ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കുക. ഒക്കെ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യമാ സാറേ. എന്റെ സാറേ, ഇപ്പോഴത്തെ സ്പെഷ്യൽ ബമ്പർ അടിച്ചിരിക്കുന്നത് നമ്മുടെ മേനോ സാറിന് ഞാൻ കൊടുത്ത ടിക്കറ്റിനാ. 1 കോടി റുപ്യയുടെ സമ്മാനം. ലോട്ടറിയോ? അളിയനെടുത്ത ടിക്കറ്റിനോ? അബ്ദു എന്തൊക്കെ ഈ പറയുന്നത്? സത്യമാണ് സാറേ, അതാണ് സത്യം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഒക്കെ മൂപ്പരുടെ ഓരോ തമാശകളാണെന്ന്. മേനോ സാർ ആ കടുങ്കൈ ചെയ്തതിന്റെ അന്ന് രാത്രി കമ്പോളത്തിൽ വന്ന് എന്നെ കണ്ടിരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു സാറിനോട്? ബാങ്കിൽ റംലയുടെ പേരിൽ ഞാൻ ഒരു തുക ഇട്ടിരുന്നു. അത് തിരിച്ചു തരാനായിട്ടാ സാർ അന്ന് വന്നത്. എന്താ സാറേ ഈ പറയുന്നേ? ഞാൻ എന്തേലും വിടുവായിത്തം വിളമ്പിയെന്ന് കരുതി നിങ്ങൾ ഇതെന്നെ തിരിച്ചേൽപ്പിക്കാൻ പോവാ? എന്റെ റംലയുടെ നിക്കാഹിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന കാശായത്. അതിന്റെ സമയമാവുമ്പോ തന്നാ മതി നിങ്ങൾ ഈ കാശ്. അന്നേ ഞാനിത് വാങ്ങും. അതല്ല അബ്ദു, നമ്മുടെ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് പലിശയ്ക്ക് ഒന്ന് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പോ തന്റെ ഈ സമ്പാദ്യത്തിന് അത് ഗുണം ചെയ്യില്ല. അതറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാടോ? താൻ ഇത് വാങ്ങണം. ഇന്നു വരെയുള്ള പലിശ അടക്കമുണ്ട്. ചേടാ, ഇതൊരു വല്ലാത്ത ചെയ്ത്തായി പോയല്ലോ പടച്ചോനെ. പലിശ 5-10 കുറഞ്ഞാലും ഇങ്ങടെ വാങ്ങി കിടക്കും പോലെയുള്ളൊരു സമാധാനം വേറെ എവിടെ കൊണ്ടിട്ടാലും എനിക്ക് കിട്ടുമോ സാറേ? ദേ, നാളെ നേരം വെളുക്കുമ്പോ ഞാൻ ഇതുമായിട്ടങ്ങ് വാങ്ങി വരും. അതിൽ കുറഞ്ഞുള്ള ലാഭമൊക്കെ മതി എനിക്ക്. പിന്നെ എന്നോട് മറുത്തൊന്നും പറയരുത്. അതൊക്കെ ഇനി ഞാൻ പറഞ്ഞിട്ട്. ഇപ്പൊ താൻ പറയുന്നത് അങ്ങനെ അനുസരിച്ചാ മതി. പോട്ടേടോ, പ്രഭ വണ്ടിയിലുണ്ട്. 1-2 സ്ഥലത്തുകൂടി കയറണം. അയ്യോ സാറേ, ഒന്ന് നിന്നേ. ഞാനതങ്ങ് മറന്നു. ഗൗരിമോൾക്കുള്ള പങ്ക ഈ ആഴ്ചത്തെ ഭാഗ്യനിധിയാ. വേണ്ട അബ്ദു, നമ്മൾ തമ്മിൽ കണ്ടതൊന്നും അവരറിയാൻ പോകുന്നില്ല. വെറുതെ എന്തിനാ തന്റെ ഒരു ടിക്കറ്റ് പാഴാക്കി കളയുന്നേ? അത് പറ്റില്ല. എപ്പോ കണ്ടാലും ടിക്കറ്റ് കൊടുത്തോണമെന്നല്ലേ ഓർഡർ. ഞാനായിട്ട് അത് തെറ്റിക്കത്തില്ല. അല്ലേലേ അടുത്ത തവണ കാണുമ്പം 36രുടെ മുമ്പിൽ എന്റെ മുട്ടിടിക്കാൻ തുടങ്ങും. അയ്യോ അബ്ദു, എന്റെ ചേഞ്ച് ഒന്നുമില്ലല്ലോ. ഒന്ന് പോ സാറേ. നിങ്ങളെന്താ ചാവാൻ പോവാന്നോ? കാശ് ഞാൻ സൗകര്യം പോലെ വാങ്ങിക്കോളാം. എന്നാ പിന്നെ അങ്ങനെ ഒരു കടം തനിക്ക് കിടക്കട്ടെ. പോട്ടോ. അതൊരു പടിയാ സാറേ. എപ്പോ ഞാൻ വീട്ടിൽ ചെന്നാലും അല്ലെങ്കിൽ വഴിയിൽ വെച്ച് മേനോ സാറിനെയോ പ്രഭാമയോ കണ്ടാലും ഗൗരിമോക്കൊരു ടിക്കറ്റ് കൊടുത്തോണം. ചുമ്മാ വേണ്ടിയിട്ടൊന്നുമല്ല. പിന്നെ അബ്ദുപ്പാപ്പന്റെ ലോട്ടറിയുടെ കാശെന്നും പറഞ്ഞ് റംലയോ സീനത്തിനെ കാണുമ്പോൾ ഗൗരിമോളൊരു തുക അങ്ങ് കൊടുക്കും. അല്ലാതെ തന്നാ ഞങ്ങൾ വാങ്ങില്ലെന്നറിയാവുന്നത് കൊണ്ടുള്ള ഗൗരിമോളുടെ ഒരു സൂത്രപ്പണിയാ അത്. അങ്ങനെ അന്ന് ഞാൻ നിർബന്ധിച്ചു കൊടുത്ത ടിക്കറ്റിനാ
ഇപ്പൊ 1ാം സമ്മാനം അടിച്ചിരിക്കുന്നത്. എന്റെ ഈശ്വര, സമ്മാനം അടിച്ചിരിക്കുന്നത് ഞാൻ വിറ്റ ടിക്കറ്റിനാന്ന് അറിഞ്ഞപ്പോ മുതല് ആടത്തൊപ്പിയുള്ള ഓട്ടത്തിലായിരുന്നു. ആരും അന്വേഷിച്ചു വരാതായപ്പോഴാ എനിക്ക് ഇക്കാര്യം ഓർമ്മ വന്നത്. അതിനെ അടിച്ചത് ആ ടിക്കറ്റ് തന്നെയാണെന്നുള്ളത് ഉറപ്പ് തന്നെയാണല്ലോ അബ്ദു? ഉറപ്പാ സാറേ, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സാറും ഗൗരിമോളും ഒന്നും ഇക്കാര്യം ശ്രദ്ധിക്കത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ ആ നമ്പർ കുറിച്ചു വയ്ക്കും. അതാ ഇപ്പൊ രക്ഷയായത്. വിശേഷ അന്വേഷിപ്പുകാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇനി വല്ല ഏടാകൂടം കൊണ്ടാണോ മൂപ്പിന്റെ വരവ്? എന്താ സുരേട്ടാ, പതിവില്ലാത്തവരൊക്കെ ഈ വഴിക്ക്? ഓ, കൊച്ചുങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് വന്നതായിരിക്കും അല്ലയോ? നിങ്ങൾക്ക് ഇടയ്ക്കും തലയ്ക്കും വന്ന് തല കാണിച്ച് 2 പഞ്ചാര വർത്താനം പറഞ്ഞിട്ടങ്ങ് പോയാ മതി. പെട്ടുപോയത് ഞങ്ങളല്ലേ ചേട്ടാ. നീ പരാതിക്കെട്ടിരിക്കാൻ നിൽക്കാതെ അമ്പികെ, അബ്ദു ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. എന്തോന്നാ? കൊച്ചുമോടെ കല്യാണക്കാര്യം വല്ലതും ശരിയായോ? എന്റെ കാര്യമല്ല പെങ്ങളെ സാർ ഉദ്ദേശിച്ചത്, നമ്മുടെ ഗൗരിമോളുടെയും ചേച്ചിയുടെയും കാര്യം. പടച്ചോൻ എന്റെ കൈവശം അവർക്കൊരു സമ്മാനം കൊടുത്തയച്ചിരിക്കുക. അത് പറയാനാ ഞാനിപ്പോ വന്നത്. എടി, അളിയൻ മരിക്കുന്നതിന് തലേദിവസം നമ്മുടെ അബ്ദുവിന്റെ എടുത്ത ലോട്ടറി ടിക്കറ്റിനാ ഇത്തവണത്തെ 1ാം സമ്മാനം അടിച്ചിരിക്കുന്നത്. 1 കോടി രൂപ. 1 കോടിയോ? നീയൊന്നും വായടക്കടി. അടിച്ചത് നിനക്കല്ല, മേനോനെടുത്ത ടിക്കറ്റിനാ. എത്രയാന്നാ പറഞ്ഞേ? 1 കോടി. അപ്പൊ ഈ പിടുത്തമൊക്കെ കഴിഞ്ഞ് കയ്യിൽ എത്ര കിട്ടും? ടാക്സും കമ്മീഷനും ഒക്കെ കഴിഞ്ഞ് ഒരു 10-65 ലക്ഷം കിട്ടും. അത്രേ ഉള്ളല്ലേ? അത്രേ ഉള്ളോന്നോ? അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയില് അതൊരു ചെറിയ തുകയാണോടി? അത് ശരിയാ, പക്ഷേ എന്നാലും അവരനുഭവിച്ചതിനൊക്കെ തമ്പുരാൻ കൊടുത്തൊരു സമ്മാനമാ. ഇനിയെങ്കിലും രണ്ടാൾക്കും ആരെയും ആശ്രയിക്കാതെ കഴിയാവല്ലോ പെങ്ങളെ. അതിന് ഈ തുക ധാരാളം. അല്ല, എന്റെ ഗൗരിമോളെ എവിടെ? കണ്ടില്ലല്ലോ ഇങ്ങോട്ടൊന്നും. അവൾ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. അബ്ദു തന്നെ ഈ സന്തോഷ വാർത്ത അവളോട് പറഞ്ഞാ മതി. ഒരു ചായ കിട്ടുമോ? എന്താ? അല്ല, ഒരു ചായ തരട്ടേന്ന്. ഞാനിപ്പോ കൊണ്ടുവരാം. ഗൗരി, മോളെ ഗൗരി, ഇവിടെ അവളെവിടെ? ഗൗരി മോളി കണ്ടില്ല. അവൾ അപ്പുറത്തെങ്ങാനും കാണും. എന്തിനാ ഇപ്പൊ അവളെ അന്വേഷിക്കുന്നത്? അല്ല, അവളോട് വിവരം പറയണ്ടേ? ഓ, അവളോട് പറയാതെ നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ? എങ്കിലൊരു മാലയും ബൊക്കെയൊക്കെ ആയിട്ട് ആഘോഷമായിട്ട് തന്നെ അങ്ങ് അറിയിക്ക്. ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു വേണ്ടത്. ആ പാവത്തങ്ങളെ അത്രയ്ക്ക് നീ ഇവിടെ ഇട്ട് പെടാപ്പാട് പെടുത്തിയില്ലേ? ഇനിയിപ്പോ അവർക്ക് ഇവിടെ കിടന്ന് നിറയിക്കേണ്ടി വരില്ലല്ലോ. ഓഹോ, അത് ശരി. അപ്പൊ അതായിരുന്നു നിങ്ങളുടെ മനസ്സിലിരിപ്പ്. എന്നാ അതുങ്ങളുടെ കാര്യം ഓർത്ത് ഒരുപാട് അങ്ങ് കുളിരണ്ട. അതെന്താ? ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ മനുഷ്യ. നിങ്ങൾ ഇപ്പൊ ഈ വിവരം അവളോട് പറയണ്ട. അവളോടൊന്നല്ല, വേറെ ആരോടും പറയണ്ട. പറയണ്ടെന്നോ? നീ എന്തൊക്കെയാ അമ്പി പറയുന്നത്? മേനോന് സമ്മാനം അടിച്ച ടിക്കറ്റിന് ഇനി അവരല്ലേ അവകാശികള്? മണ്ണാൻ കട്ട. കോടിക്കണക്കിന് രൂപയുടെ കടവും ബാധ്യതയുമായി ജീവൻ ഒടുക്കിയ ഒരുത്തിന് ലോട്ടറി അടിച്ചെന്ന് വിളിച്ചു കൂവിയാലേ അത് മൂങ്ങാനിരുന്ന നായയുടെ വായിൽ കോലിട്ട് കുത്തിയ പോലെ ആവും. മനസ്സിലായോ? ചത്തവരോ ചത്തു. ഇനിയിപ്പൊ ലക്ഷവും കോടിയൊക്കെ അവരുടെ പേര് കിട്ടിയിട്ട് എന്തിനാ? അയാള് കാശ് കൊടുക്കാനുള്ളവരിത് അറിഞ്ഞാലേ പിന്നെ അത് മതി അവന്മാരെല്ലാരും കൂടെ ഇങ്ങോട്ട് ബഹളത്തിന് വരാൻ. ചില്ലി കാശ് അവന്മാര് ബാക്കി വെക്കുമെന്നോ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നാലും നറുക്ക് വീണത് മേനോനല്ലേ അമ്പിയെ? അയാൾ ജീവിച്ചിരിപ്പില്ലാത്ത സ്ഥിതിക്ക് സ്വാഭാവികമായും മക്കളായ ഗായത്രിയും ഗൗരിയുമല്ലേ അതിന് അവകാശികള്. പിന്നെ കടബാധ്യതയുടെ കാര്യം, മേനോ ബിസിനസ് നടത്തി പൊളിഞ്ഞതിന് മക്കളെന്ത് പിഴച്ചു? ആ കാശ് അവർക്ക് കിട്ടുന്നതിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നമാണ്, മക്കൾക്കായാലും അത് പ്രശ്നമാണ്. കാശ് ആർക്ക് കിട്ടുന്നതാണെന്നൊന്നും കടക്കാർക്കൊരു വിഷയമല്ല മനുഷ്യ. നാളെ കാലത്ത് എല്ലാവരും കൂടെ കാക്കക്കുട്ടി കല്ലെറിഞ്ഞതുപോലെ ഈ മുറ്റത്ത് വന്നു നിന്ന് ബഹളം ഉണ്ടാക്കും. അവരുടെ പൂരപ്പാട്ടും തിരുവാതിരയൊക്കെ കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്നാ എനിക്ക് പറ്റില്ല. പ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ് ഈ വീട്ടിലും ഉണ്ടേ.
പിന്നെ ഇപ്പൊ എന്ത് വേണമെന്നാ നീ പറഞ്ഞു വരുന്നത്? ടിക്കറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞ് ഈ കാശ് വേണ്ടെന്ന് വെക്കണോ? വേണ്ടെന്ന് വെക്കണമെന്ന് ഞാൻ പറഞ്ഞോ? ആ കാശ് കിട്ടുക തന്നെ വേണം. പക്ഷേ അത് മേനോൻ ചേട്ടന്റെയോ പിള്ളേരുടെയോ പേരിലാകരുത്. പിന്നെ ആ ടിക്കറ്റ് അടിച്ചത് നിങ്ങൾക്കാണ്. അങ്ങനെ അബ്ദുവിനെ കൊണ്ട് എല്ലാരോടും പറയിക്കണം. അമ്പിയെ, എന്ത് തോന്നിയാസാ നീ പറയുന്നത്? ദേ, ഇതിവിടെ നിർത്തിക്കോ. ഞാനൊന്ന് പറയട്ടെ മനുഷ്യ. വേണ്ട, നീ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ദേ, ദൈവദോഷം കിട്ടുന്ന പണിക്ക് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല. എന്നാ എന്നെ കൊണ്ട് അതിന് പറ്റും. ദേ നോക്ക്, കുറച്ച് കാശ് കിട്ടുന്നത് കണ്ടോമാർക്ക് കൊണ്ടുപോയി തിന്നാൻ കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ നിന്നേ പറ്റൂ. അബ്ദുവിനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അമ്പിക വേണ്ട, ഇത് ചതിയാ. ദേ, നിങ്ങൾ കൂടുതൽ പുണ്യാളം കളിക്കാൻ നിൽക്കാതെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ലേ പിന്നെ പുത്തേഴത്തെ സംബന്ധക്കാരനാണെന്നും പറഞ്ഞ് ഒരിടത്ത് ഞെളിയാൻ വന്ന് നിന്നേക്കരുത്. ഓ, വടി പിഴുങ്ങിയ പോലെ നിൽക്കാതെ ഇങ്ങോട്ട് വാ മനുഷ്യ. ദേ, അവൾ അറിയുന്നതിന് മുമ്പ് അബ്ദുവിനെ സമ്മതിപ്പിക്കണം. വാ അങ്ങോട്ട്. അവളെവിടെ ഗൗരി? ഗൗരി മോള് കുളിക്കുക അബ്ദു ചേട്ടാ, ഇപ്പൊ വരും. ഗായത്രി മോളാണെങ്കി നല്ല ഉറക്കും. വിളിക്കണോ ഞാൻ? അയ്യോ വേണ്ട, ഉറങ്ങിക്കോട്ടെ. പാവോ, ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ കുഞ്ഞിന്? അങ്ങനെ കുഴപ്പമില്ലാന്ന് തീർത്ത് പറയാനൊന്നും പറ്റില്ല. കണ്ണു തെറ്റിയാ നിന്ന് നിപ്പിൽ ചിലപ്പോ ഓടിക്കളയും. പിന്നെന്താ, നമ്മള് പൊന്നെ പോറ്റിന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. അബ്ദു പറഞ്ഞ നേരാ. ഈശ്വരൻ മനസ്സറിഞ്ഞ് സഹായിച്ചതാ എന്റെ മക്കളെ. ഗുരുവായൂരപ്പ, അവരോട് ഇത്രയെങ്കിലും കരുണ കാണിക്കാൻ നിനക്ക് തോന്നിയില്ലോ ഭഗവാനെ? അത് പിന്നെ അങ്ങനെ വേണ്ടേ? നന്മയുള്ളവരായിരുന്നല്ലോ മേനോ സാറും പ്രഭാമയും. ചതി പറ്റി പോയിട്ടല്ലേ, അല്ലെങ്കിൽ ആ പാവങ്ങൾക്ക് ഗതി വരുമായിരുന്നോ? അതിപ്പോ ആരായാലും മണ്ടേ വരച്ചത് അനുഭവിച്ചല്ലേ പറ്റൂ അബ്ദു ചേട്ടാ. ഇനി ഈ കാശുകൊണ്ട് ആ കൊച്ചുങ്ങളെങ്കിലും ഒന്ന് കരപറ്റിക്കണം. ഞാൻ ആ കാര്യം സുരേട്ടനോട് പറയുകയായിരുന്നു. വേണം കുഞ്ഞെ. ഇനിയിപ്പം ഗൗരി മോടെ മുടങ്ങിപ്പോയ പഠിപ്പും തുടരണം. മേനോ സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവളെ ഒരു ഡോക്ടർ ആക്കണമെന്നത്. അതെ അതെ, അതാ ഇനിയിപ്പം ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. സുരേട്ടൻ പറഞ്ഞപ്പോഴാ ഞാനും അത് ആലോചിച്ചത്. പ്രശ്നമോ? എന്ത് പ്രശ്നം? നിങ്ങളൊന്ന് വാ തുറന്ന് പറയുന്നുണ്ടോ? നിങ്ങൾ ആളെ വക്കാറാക്കാതെ കാര്യം എന്താന്ന് പറയും. അല്ല, അതിപ്പോ മേനോ ചേട്ടനും പ്രഭചേച്ചി മരിച്ചുപോയ സ്ഥിതിക്ക് ലോട്ടറി തുക നമുക്ക് തന്നെ കിട്ടുമെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അക്കാര്യത്തിലൊന്നും ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ വിറ്റ ഏജന്റ് ഞാനല്ലേ. ടിക്കറ്റ് എടുത്തത് ഗൗരി മോളാണെന്ന് ഞാനങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെന്താ പ്രശ്നം? അബ്ദു ചേട്ടാ, പിള്ളേർക്കൊരു വഴി തുറന്ന് കിട്ടിയതാ ഇപ്പോ. അത് നമ്മുടെ ആരുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടമാകരുത്. അതാ എന്റെ സുരേട്ടന്റെ ഒക്കെ ആഗ്രഹം. അതുകൊണ്ടാ ഞങ്ങളായിട്ട് ഇത് അബ്ദുവേട്ടനോട് പറയുന്നത്. ഇത് മേനോൻ ചേട്ടനാണ് അടിച്ചതെന്നറിഞ്ഞാൽ കടക്കാരും പലിശക്കാരും പിന്നെയും വട്ടവിട്ട് വന്ന് ഇത് കൊത്തിക്കൊണ്ടു പോവും. അത്രയ്ക്ക് ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ മേനോൻ ചേട്ടൻ അങ്ങ് പോയത്. സർക്കാരിൽ നിന്ന് ചുമ്മാ കിട്ടുന്ന കാശാണെന്ന് അറിഞ്ഞ കടക്കാര് ദാ പറയുന്ന സമയം കൊണ്ടത് ഊറ്റിക്കൊണ്ടുപോകും. അപ്പൊ പിന്നെ ഇപ്പൊ കിട്ടിയ ഈ മഹാഭാഗ്യം നമ്മുടെ കൊച്ചുങ്ങൾക്ക് ഉതകാതെയും പോവും. അല്ലാ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ അത് ഓർത്തില്ല. അപ്പോ നമ്മൾ ഇനി എന്ത് ചെയ്യും സുരേന്ദ്ര സാറേ? അതിപ്പോ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാ അത് പിന്നെ വഴി ഞാൻ പറഞ്ഞു തരാം. സംഗതി വളരെ രഹസ്യമായിരിക്കണം. ദേ, നമ്മൾ 3 പേരല്ലാതെ പുറത്തൊരു ഈച്ച പോലും അറിയരുത്. നിങ്ങൾ വഴി എന്താണെന്ന് പറയും. ലോട്ടറി അടിച്ചത് മേനോൻ ചേട്ടൻ അല്ല എന്ന് വരുത്തി തീർക്കണം. സുരേട്ടനോ ഇവിടുത്തെ വിനയമോനോ വാങ്ങിച്ച ലോട്ടറിക്കാണ് സമ്മാനം അടിച്ചതെന്ന് നിങ്ങൾ എല്ലാരോടും പറയണം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ എങ്ങൊന്നും കൈനീട്ടി വാങ്ങിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഒരുത്തന് ഞങ്ങളുടെ അടുത്ത് കാശ് ചോദിച്ച് വരത്തൂല്ല. എങ്ങനെയുണ്ട്? ഏയ്, അതൊന്നും ശരിയാവത്തില്ല. പടച്ചോന് നിരക്കാത്ത വഴിയാ അതൊക്കെ. സമ്മാന ടിക്കറ്റ് കള്ളം ചേർത്ത ഗതി പിടിക്കത്തില്ല. അത് മാത്രമല്ല, ഇത് മേനോ സാറിന്റെ കാര്യമാ, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യമാ. അത് ശരിയാവില്ല കൊച്ചെ. എന്റെ അബ്ദു ചേട്ടാ,
നിങ്ങൾ പേടിക്കുന്നത് പോലെ ഞങ്ങൾ ആ കാശ് എടുക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങൾക്ക് എന്തിനാ അത്? ഈശ്വരാധീനം കൊണ്ട് ഞങ്ങൾക്ക് കൈ നിറയെ അനുഭവിക്കാനുള്ള വകയുണ്ട്. പിന്നെ ഞങ്ങൾ എന്തിനാ ഈ പിച്ചച്ചട്ടിയിൽ കൈയിടുന്നത്? അല്ലേ സുരേട്ടാ? ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ നിങ്ങള്? ഇവള് പറഞ്ഞാലും കാര്യമുണ്ട് അബ്ദു. കടക്കാരറിഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാ. ദേ, ആ പിള്ളേരോട് അബ്ദു ചേട്ടനുള്ള സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാ ആ കാശ് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനുള്ള വഴി ഞങ്ങൾ പറഞ്ഞു തന്നത്. ഞങ്ങളെ വിശ്വാസം ഇല്ലെങ്കിൽ ചേട്ടൻ പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്. ഒടുക്കം ഞാൻ പറഞ്ഞതുപോലെ ചെയ്താ മതിയായിരുന്നു എന്ന് പറഞ്ഞ് നിരാശപ്പെടാൻ ഇടവരരുത്, പറഞ്ഞേക്കാം. ഈശ്വര, ഈ വഴിയും കൂടെ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പിള്ളേരുടെ കാര്യം എന്താവോ എന്തോ. ആ വിധി പോലല്ലേ വരൂ. മനുഷ്യനെ വിശ്വാസം ഇല്ലാതെ വന്നാ എന്താ ചെയ്യാ? എന്റെ മേനോ സാറിന്റെ മക്കൾക്ക് ആ തുക ഉപകാരപ്പെടണമെന്ന് എനിക്കുള്ളു. അതെനിക്ക് നിർബന്ധവുമാ. നിങ്ങൾ ഇപ്പൊ ഇക്കാര്യം പറഞ്ഞപ്പോ എനിക്കും പേടി തോന്നുന്നു. ആ, എന്നാ ഈ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാതിരിക്കാനാ ഞങ്ങൾ ഈ വഴി പറഞ്ഞു തന്നത്. കാശ് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അബ്ദുവിന്റെ കമ്മീഷനും കിട്ടും. ലോട്ടറി അടിച്ചതിന്റെ പ്രാക്കും കുശുമ്പോ ഒക്കെ ഞങ്ങൾക്ക് കിട്ടുമെന്നല്ലേ ഉള്ളൂ. ആ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. സുരേന്ദ്ര സാറേ, നിങ്ങളെ രണ്ടുപേരെയും വിശ്വസിച്ച ഞാൻ ഇതിന് കൂട്ടുനിൽക്കുന്നേ. ഒടുക്കം പടച്ചോൻ എന്നെ ശപിക്കാൻ ഇടയാക്കരുത്. അബ്ദുട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? ഗൗരിയും ഗായത്രിയും ഞങ്ങൾക്ക് അന്യരാണോ? ഞങ്ങളുടെയും കൂടെ പ്രാർത്ഥന കൊണ്ടാ അവർക്ക് ഇപ്പൊ ഇങ്ങനൊരു ഈശ്വരാനുഗ്രഹം ഉണ്ടായത്. ഭഗവാനെ, എന്റെ കുട്ടികളെ ഇതുപോലെ അങ്ങ് കാത്തോളണേ. മോളെവിടെ സുരേട്ടാ? കുളി കഴിഞ്ഞില്ലേ ഇതുവരെ? അബ്ദുട്ടനിരിക്കെ, ഞാൻ അവരെ ഒന്ന് നോക്കട്ടെ. ശരി മോളെ ഗൗരി. ഗൗരി മോളെ, നീ ഇവിടെ എന്തെടുക്കുവാ? ഇതെന്തിനാ ഇത്രയും വെള്ളം? ചേച്ചിക്ക് കുളിക്കാനാ ആന്റി. ഹാ, എന്നാ പിന്നെ നിനക്കതെടുത്ത് ഗ്യാസിലോട്ട് വെച്ചൂടായിരുന്നോ? വെറുതെ എന്തിനാ ഇവിടെ ഇരുന്ന് ചൂടും പുകയൊക്കെ കൊള്ളുന്നേ? അതല്ല ആന്റി, രാജ ചേച്ചി പറഞ്ഞു ഗ്യാസ് തീരാറായെന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു. ഓ, ആ പെണ്ണിന്റെ ഒരു കാര്യം. തീരാറായതല്ലേ ഉള്ളൂ, തീർന്നിട്ടൊന്നുമില്ലല്ലോ. നാഴി വെള്ളം ചൂടാക്കാൻ ആനെ പുഴുങ്ങുന്ന ഗ്യാസ് ഒന്നും ആവില്ലല്ലോ. മോളതെടുത്ത് ഗ്യാസിലോട്ട് വെച്ചേ. വേണ്ട ആന്റി, ഇതിപ്പോ തിളയ്ക്കാറായി. നിനക്കൊന്ന് വൃത്തിക്കും മെനക്കും നടന്നാലെന്താ മോളെ? മോക്കൊക്കെ ദേ കറുത്ത് കരിവാളിച്ച് ആകെ ഒരു മാതിരിയായി. നാളെ ആവട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു നല്ല പാർലറിൽ പോയി ഒരു ഫേഷ്യൽ അങ്ങ് ചെയ്യാം. അപ്പൊ എന്റെ ഗൗരി മോള് പഴയ പോലെ നല്ല ചുന്തിരി കുട്ടിയാവും. അയ്യോ, സംസാരിച്ചു നിന്ന് വന്ന കാര്യം പറയാൻ മറന്നു. മോളെ കാണാൻ അപ്പുറത്തൊരാള് വന്ന് നിൽക്കുന്നു. എന്നെ കാണാനോ? അതേന്നേ, അന്നാ ഹോസ്പിറ്റലിൽ വന്ന ലോട്ടറിക്കാരൻ. അബ്ദുപ്പാപ്പയോ? ആ, അയാള് തന്നെ. ആ, ഒന്ന് നിന്നേ. മുഖമൊക്കെ തുടച്ചിട്ട് പോ. അപ്പടി പൊടിയും ചാമ്പലുവാ. പിന്നെ മോക്കും ചേച്ചിക്കും ഒന്നിനും ഒരു കുറവില്ലാന്ന് അങ്ങേരോട് പ്രത്യേകം പറഞ്ഞേക്കണേ. അല്ലെങ്കിൽ മോളുടെ അങ്കിളിന് അതിന്റെ നാണക്കേട്. മോൾ അങ്ങനെയൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്നാ വേഗം ചെന്നിട്ട് വാ. അവള് പോയി വാവിട്ടൊന്നും പറയാതിരുന്നാ മതിയായിരുന്നു. ഛേ, ഇതൊക്കെ ഇങ്ങനെയായി വരുമെന്ന് ആരറിഞ്ഞു? കഷ്ടം. അബ്ദുപ്പ, ഗൗരിമോളെ. അബ്ദുപ്പ. കരയില്ലേ മോളെ? നിന്റെ ഈ കരച്ചില് കാണാൻ ശക്തിയില്ലാഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വരാത്തത്. ഇതെന്ത് പറ്റി മോളെ? ആകെ അങ്ങ് കോലം കെട്ടല്ലോ. എന്ത് പറ്റി സാറേ എന്റെ മോക്ക്? ഇവളിപ്പോഴും കരഞ്ഞ് സങ്കടപ്പെട്ടും കഴിയാണോ ഇവിടെ? ആ, ഒക്കെ ഒന്ന് മാറി വരാൻ കുറച്ച് സമയം എടുക്കും അബ്ദു. മോക്കും ചേച്ചിക്കൂടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ?
ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല അബ്ദുപ്പ. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പിന്നെന്താ മക്കൾ ഇങ്ങനെ വാടി തളർന്നിരിക്കുന്നത്? ആ അങ്ങനെ അങ്ങ് ചോദിക്കാം അബ്ദുവേട്ടാ. കാണുന്നവര് വിചാരിക്കും ഞങ്ങൾ അന്വേഷിക്കാഞ്ഞിട്ടാണെന്ന്. എത്ര നിർബന്ധിച്ചിട്ടാണെന്നറിയാവോ മോൾ ഇത്തിരി എന്തെങ്കിലും കഴിക്കുന്നത്? ഏതു നേരം ചേച്ചിയുടെ കാര്യം ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുക. മനസ്സ് തെളിഞ്ഞെങ്കിലല്ലേ ശരീരം തെളിയൂ. അത് പറഞ്ഞ മോള് കേക്കില്ലല്ലോ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മോളെ. ഇനി അതൊന്നും ഓർത്ത് സങ്കടപ്പെടരുത്. എന്റെ മോള് പഠിക്കാൻ പോണം. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ പഠിച്ചു മിടുക്കിയായിട്ട് വലിയൊരു ഡോക്ടർ ആവണം. എനിക്കിപ്പോ അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല അബ്ദുപ്പ. ചേച്ചിയുടെ കാര്യം നോക്കണം. അതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആവശ്യം. ആ അതൊക്കെ നടക്കും മോളെ. പടച്ചോന്റെ അനുഗ്രഹം എന്റെ മോക്ക് എപ്പോഴും ഉണ്ടാവും. ചേച്ചിയുടെ കാര്യവും മോടെ പഠിപ്പും ഒക്കെ ഭംഗിയായി നടക്കാൻ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. അത് പറയാനാ അബ്ദുപ്പ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അതൊക്കെ ഞാൻ എന്റെ മോക്ക് പറഞ്ഞു കൊടുത്തോളാം അബ്ദു ചേട്ടാ. ഇവർ രണ്ടുപേരും ഇനി അങ്ങോട്ട് രാജകുമാരികളെ പോലെ വാഴാൻ പോവല്ലേ. ദേ അടുത്ത ആഴ്ച മുതൽ മോള് കോളേജിൽ പോവാൻ റെഡി ആയിക്കോ. എന്നാ പിന്നെ ഞാൻ പോട്ടെ മോളെ. നിന്നാ പിന്നെ അബ്ദുപ്പയും കരഞ്ഞു പോവും. സീനുമയോടും റംലേച്ചയോടും ഒക്കെ എന്റെ അന്വേഷണം പറയണം. പറയാം. ആ വരട്ടെ. അയ്യോ മോളെ, ആ അടുപ്പില് തീ കെട്ട് കാണുമല്ലോ, ഒന്ന് നോക്കിക്കേ. എന്തായിരുന്നു പുത്തേഴ തമ്പിയുടെ ഒരു അഭിനയം. പാലും തേനും ഒഴുകുകയായിരുന്നല്ലോ ആ കൊച്ചുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ. ഈ മഹാപാപമൊക്കെ നീ എവിടെ കൊണ്ട് വെക്കൂടി? എന്റെ അലമാരയില്. എന്താ കൂട്ടത്തിൽ നിങ്ങളെ കൂടെ കയറ്റി വെക്കണോ? 10 കാശ് കിട്ടാനുള്ള വഴി തെളിയുമ്പോ അത് മുടക്കാനങ്ങ് നിന്നോളണം. ഒരു ഗുണത്തിനും ഇല്ലാത്ത മനുഷ്യൻ.